മോബ് എന്നുള്ള വാക്ക് വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അവിടെ അടിസ്ഥാനപരമായ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ പാർട്ട് ആൻഡ് ദ ഹോൾ എന്ന് പറയും. നിങ്ങൾക്കറിയാം, ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് കമ്പാണ് അല്ലേ, ചുള്ളിക്കമ്പാണ്. അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് എടുത്ത് ഒടിച്ച് കളയാൻ കഴിയും, പക്ഷേ ഇതെല്ലാം കൂടെ വെച്ച് ഓടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ചുള്ളിക്കമ്പിനില്ലാത്ത ഒരു ശേഷി അല്ലെങ്കിൽ ഒരു സ്വഭാവം കൂട്ടം കൂടുമ്പോൾ അതിനുണ്ടാകുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മളുടെ വ്യക്തിത്വങ്ങളും സ്വത്വബോധങ്ങളും രൂപം കൊള്ളുന്നത്. ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുമ്പോൾ ഉള്ള ഞാനല്ല ഇത്രയും പേരെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ 10 പേരേ ഉള്ളൂ, ഒഴിഞ്ഞ കസേരകളും ഈ കൊതുകുകളും മാത്രമേ ഉള്ളെങ്കിൽ എൻ്റെ സംസാരം വേറെ രീതിയിലായിരിക്കും. നിങ്ങളുടെ തൊട്ടടുത്ത ഒരാൾ വന്നിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ സ്വഭാവം മാറുകയാണ്, നിങ്ങളുടെ വ്യക്തിത്വം മാറുകയാണ്. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, NTP എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതിൻ്റെ പ്രോഡക്റ്റാണ് നിങ്ങൾ. അതായത് സ്വത്വം എന്ന് പറയുന്നത് കണ്ടീഷണൽ ആയിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയൊന്നും അല്ല, നിങ്ങൾ ഭൂരിപക്ഷം സമയത്തും ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നൊന്നും അടിച്ചുറപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പ്രഷർ കൂടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കും, നിങ്ങൾ ടെമ്പറേച്ചർ കൂടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെന്തു പോകും. അത് ഫിസിക്കലായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ആരാണ്, ശത്രുവാണോ സുഹൃത്താണോ, നിങ്ങളൊരു ആൾക്കൂട്ടത്തിനുള്ളിലാണോ ഒറ്റയ്ക്കാണോ, ഇതെല്ലാം തന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തെ എപ്പോഴും പരുവപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു കൂട്ടത്തിലാകുമ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകും. അതാണ് ചുറ്റും ആളിനെ നമ്മൾ വിളിച്ചു കൂട്ടുന്ന മസ്തിഷ്ക പ്രോഗ്രാം വരുന്നത്. ആൾ ചുറ്റും ഉണ്ടെങ്കിൽ നമ്മൾ ആക്രമിക്കപ്പെടാതിരിക്കും എന്നുള്ളൊരു ബോധമാണ്. ഇതൊരു പരമ്പരാഗതമായിട്ടുള്ള പരിണാമം കൈമാറിയ ഒരു മസ്തിഷ്ക ബോധമാണത്. അതാണ് നമ്മൾ ചുറ്റി വരികയാണ്, നമ്മളെ സ്വത്വബോധം സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ആൾക്കൂട്ടത്തിൽ ആകുമ്പോൾ ഒരു പ്രശ്നമുള്ളത് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി, നിങ്ങളുടെ സ്വത്വബോധം, നിങ്ങൾ എന്നുള്ളത് നഷ്ടപ്പെടുകയും നിങ്ങൾ മറ്റൊരാളായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയെക്കുറിച്ച് പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യ ഒരു ലിഞ്ചിസ്ഥാനാണ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ, ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറയുന്നത് ലിഞ്ചിസ്ഥാനാണ്. അത് നിങ്ങൾക്ക് കാണുന്ന ആ ഗ്രാഫ് നേരെ കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് പറയുന്നത് 2014 മുതൽ 18 വരെയുള്ള ഇന്ത്യയിലെ ലിഞ്ചിങ് ഡെത്തുകൾ, ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണം മൂലം കൊല്ലപ്പെട്ടവരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതിനെതിരെ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഒരാൾ പറയുന്നുണ്ട് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അതുപോലെ തന്നെ കൗ സ്ലോട്ടർ, നിങ്ങൾ കേട്ടിട്ടുള്ള പശുവിൻ്റെ പേരിലുള്ള കൊലകൾ, പല കൊലകളുണ്ടാവും. പശുവിൻ്റെ പേരിൽ മാത്രമല്ല പല രീതിയിലും മോബ് ലിഞ്ചിങ് നടക്കാറുണ്ട്. ഈ നിങ്ങൾ ഈ കാണുന്ന ഒരു രക്തമൊലിപ്പിച്ച ആ ഒരു ഫോട്ടോ യഥാർത്ഥത്തിൽ ഒരു ആസാമീസുകാരൻ നാഗാലാൻഡിൽ വന്നിട്ട് നാഗാലാൻഡിലെ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്നുള്ളൊരു കിംവദന്തിയാണ്. ആ കിംവദന്തിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ പിടിച്ച് ജയിലിലിടുന്നു. ജയിലിലിട്ട ആളെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ ക്രൗഡ് ചെയ്യുന്ന അറ്റാക്ക് ചെയ്തിട്ട് പുറത്തു കൊണ്ടുവന്നിട്ട് നഗ്നനായി റോഡിലൂടെ നടന്നിട്ട് അടിച്ചു കൊല്ലുന്നു. ഇത് യഥാർത്ഥത്തിൽ വേണമെങ്കിൽ നാഗാലാൻഡും ആസാമുമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറാമായിരുന്നു. രണ്ടാമത് കാണുന്നൊരു വിഷയം ഒരുപാടുണ്ട്. ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഗൂഗിളിലെ എഞ്ചിനീയർ ആയിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വിദേശ സുഹൃത്തുക്കളോടൊപ്പം വന്നതാണ്. കർണാടകത്തിലൂടെ വണ്ടി ഓടിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ കണ്ടപ്പോൾ ചോക്ലേറ്റ് കൊടുക്കുന്നു. ഈ ചോക്ലേറ്റ് കൊടുക്കുന്നത് ആളിനെ തട്ടിക്കൊണ്ടു പോകാനാണെന്നുള്ള സംശയത്താൽ അവിടെയുള്ള ജനങ്ങൾ, ആ കുട്ടി കരയുന്നു, അവിടെയുള്ള ജനങ്ങൾ ഉടനെ തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. വാട്സപ്പ് എന്ന് പറയുന്ന സർവ്വരോഗ സംഹാരിയിലൂടെ ഈ സാധനം അടുത്ത ജംഗ്ഷനിലേക്കും പോകുന്നു. ഇവരെ കാർ ഓടിച്ചു പോകുമ്പോൾ തടഞ്ഞിട്ട് കാർ നശിപ്പിക്കുന്നു, ഇവരെ അടിച്ചു കൊല്ലുന്നു. ബാക്കിയുള്ള 2 പേരും, ഒരാളെ അടിച്ചു കൊല്ലുന്നു, ബാക്കിയുള്ള 2 പേരും അവർ യഥാർത്ഥത്തിൽ കുട്ടികളോട് സ്നേഹപ്രകടനം നടത്തിയതാണ്. പിന്നെ കൗ വിജിലൻസിസത്തെക്കുറിച്ച് കൂടുതൽ പറയാനില്ല, നിങ്ങൾക്കറിയാവുന്നതും ഞാൻ എഴുതിയിട്ടുള്ളതാണ്. ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, മുഹമ്മദ് അക്ലക്കിൻ്റെ കാര്യം. അതും വാട്സപ്പാണ്, അമ്പലം വഴി ആണ് അത് പ്രചരിപ്പിക്കുന്നത്, വിളിച്ചു പറയുകയാണ്. വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ഇന്ന് 2010 ശേഷം ഇന്ത്യയിൽ നടക്കുന്ന പല മോബ് ലിഞ്ചിങ്ങുകളിലും ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണങ്ങളിലും വാട്സപ്പ് ഒരു വലിയ ഘടകമാണ്. വാട്സപ്പിൽ അങ്ങനെയും ചില എഫേർട്ടുണ്ട്. ഇത് ഇന്ത്യ മാത്രമല്ല മോബ് ലിഞ്ചിങ്ങിൻ്റെ ആസ്ഥാനം. മിക്കവാറുമുള്ള എല്ലാ അവികസിത രാജ്യങ്ങളിലും ഗോത്രീയ സ്വഭാവമുള്ള ജനങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങളിലും ഇത് വളരെ വ്യാപകമാണ്. പാകിസ്ഥാനിലെ മുഹമ്മദ് മാഷ ഖാൻ എന്ന് പറഞ്ഞ 2016 അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് വന്നു. അത് ബ്ലാസ്ഫമി ആയിരുന്നു എന്നുള്ള ആരോപണം. അദ്ദേഹത്തിൻ്റെ സർവകലാശാലയിലേക്ക് ആളുകൾ ഇരച്ചു കയറുകയും അവിടെ ഒളിച്ചിരുന്ന അയാളെ പിടിച്ച് പുറത്ത് കൊണ്ടുവരികയും ആയിരക്കണക്കിന് ജനങ്ങളാണ് പുള്ളി അടിച്ചു വരുന്നത്. ഇനി മറ്റൊന്ന്, പലപ്പോഴും മോബ് ലിഞ്ചിങ്ങിൻ്റെ അടിസ്ഥാനം സ്വന്തം ഗോത്രത്തിൽപ്പെട്ട ആൾ റേപ്പ് ചെയ്യപ്പെട്ടു, അഭിമാനം നഷ്ടപ്പെട്ടു എന്നുള്ളതാവണമെന്നില്ല. അല്ലെങ്കിൽ പശുവിനെയോ പന്നിയോ സംരക്ഷിക്കണം അതിനുവേണ്ടി ആവണമെന്നില്ല. മറിച്ച് ചിലപ്പോൾ റിലീജിയസ് ആയിരിക്കും. പലപ്പോഴും റിലീജിയസ് ഡ്യൂട്ടി നിറവേറ്റുക എന്നുള്ളത് മോബ് ലിഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് വരും. അത് പുസ്തകത്തെ അപമാനിച്ചു. അതോടൊപ്പം തന്നെ ഈ കല്ലെറിയൽ എന്ന് പറയുന്ന, ഈ കല്ലെറിയുന്ന ഓരോ ആളും യഥാർത്ഥത്തിൽ ഈ ഔട്ടർ സ്പേസിലോ സ്ട്രാറ്റോസ്ഫിയറിലോ ഒക്കെ ചെല്ലുമ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കല്ല് വലിച്ചെറിയുന്നത്. കല്ലെറിയാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പലതും നഷ്ടപ്പെടുമെന്നുള്ള ധാരണയും മതപരമായിട്ടുള്ള ഒരു ബോധം അവർക്കുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ മോബ് ലിഞ്ചിങ്ങിന് അത്ര വ്യാപകമായിട്ട് ഉണ്ടാകാറില്ല. പക്ഷേ ഇവിടെ മറ്റ് ചില മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള രൂപങ്ങൾ ഉണ്ടാകാറുണ്ട്. പോലീസ് സ്റ്റേഷനെ ആക്രമിച്ച് പ്രതിയെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് മോബ് ലിഞ്ചിങ്ങിൻ്റെ ഒരു വികസിത രൂപമാണ്, കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ മധുവിൻ്റെ കാര്യം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അഗ്രസീവ് ക്രൗഡ്, നിങ്ങൾ ഈ കാണുന്നതെല്ലാം
ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വളരെ പഞ്ചഭാവമായിട്ടിരിക്കുന്ന ആളുകൾ പലപ്പോഴും ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ വലിയ തോതിലുള്ള ആക്രമണം പ്രവർത്തിക്കാറുണ്ട്. ഞാൻ SN കോളേജിൽ പഠിച്ച കാലം തന്നെ ഓർക്കുന്നത്, എൻ്റെ കൂടെ നടന്ന ശബ്ദം പോലും ഇല്ലാത്തൊരു പയ്യൻ, അവൻ സംസാരിക്കാറേ ഇല്ല. ഞാൻ 2 മാസം കഴിഞ്ഞ് അവനെ കാണുന്നത് അവിടെ ഒരു വിദ്യാർത്ഥി സംഘർഷത്തിൽ ഇവൻ ഒരു ഹോക്കി സ്റ്റിക്കുമായിട്ട് എന്നിട്ട് അടിച്ച് പൊട്ടിക്കുന്നതാണ് തല. ഞാൻ അവനോട് അന്നൊന്ന് ചോദിക്കാൻ പോലും എനിക്ക് ഭയമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് ചോദിച്ചു, നീ എങ്ങനെയാണ് നിന്നിൽ ഈ രൗദ്രത, ഈ ഹിംസാത്മകത വന്നത് എന്ന് ഞാൻ ചോദിച്ചു. അവൻ പറയുന്നത് അവൻ പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അക്രമം പ്രവർത്തിക്കുന്ന പലപ്പോഴും കോളേജ് ലൈഫിലൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മറ്റൊരാളായി മാറുന്നു കൂട്ടത്തിൻ്റെ പ്രേരണയാൽ. പലപ്പോഴും ക്രൗഡ് ഏകദാനതയോടെ പെരുമാറുന്നു എന്നുള്ളൊരു വാദം ഉന്നയിക്കാറുണ്ട്. മോബ് ഇപ്പോൾ പശുവിനെ കൊന്നു എന്നുള്ള വാർത്ത കേട്ടിട്ട് ആക്രമിക്കാൻ പോകുന്ന ക്രൗഡ്, അവരെല്ലാം ഒരേ കണക്ക് ചിന്തിക്കുന്നു എന്ന് കരുതുന്നത് ശരിയല്ല. കാരണം അതിനകത്ത് ഏറ്റവും പാസിഫിക് ആയിട്ടുള്ള ഒരാൾ ഉണ്ടാവും, മോഡറേറ്റ് ആയിട്ടുള്ള ആളുണ്ടാവും, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ആളുണ്ടാവും. പക്ഷെ അവരെല്ലാം കൂടെയാണ് ചെയ്യുന്നതായിരിക്കും. അഗ്രസീവ് ആയിട്ടുള്ള സാധനം മാത്രമേ അവിടെ മുന്നോട്ട് വീഴുള്ളൂ. കാരണം ബേസർ എലമെന്റ്സ് പെട്ടെന്ന് ആളുകളെ ധരിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു ക്രൗഡിൻ്റെ മുന്നിൽ ചിലവാകൂ. ഒരു ക്രൗഡിന് എപ്പോഴും മനസ്സിലാവുന്നത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. അതുകൊണ്ടാണ് ഈ മതപ്രഭാഷണങ്ങളൊക്കെ വലിയ തോതിൽ വിജയിക്കുന്നത്. മതം പെട്ടെന്ന് നിങ്ങളുടെ ബേസർ ആയിട്ടുള്ള നിങ്ങളുടെ ലിംബിക് സിസ്റ്റത്തെയാണ് ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങളുടെ ഇന്റലക്ച്വൽ സിസ്റ്റത്തെയോ ഫ്രണ്ടൽ കോർട്ടക്സിനെ അല്ല മതം അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മതത്തിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാകും, ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകും. ഈ മോബ് ലിഞ്ചിങ്ങിൻ്റെ മറ്റൊരു അടിസ്ഥാനം നമ്മൾ പലപ്പോഴും കാണുന്നത്, ഈ കേരളത്തിലൊക്കെ പലപ്പോഴും പറയുന്നത് ആക്രമണങ്ങൾ ആൾക്കൂട്ടം നടത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പേരാണ് ദ നാട്ടുകാർ എന്ന് പറയും. ഈ നാട്ടുകാർ എന്ന് പറയുന്ന ധർമ്മപ്രബോധിതമായിട്ടുള്ള നിയമങ്ങൾ ധിക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അസ്വസ്ഥരാകുന്ന ഒരുപിടി നല്ല ആൾക്കാർ അവർ സഹിക്കാൻ വയ്യാതെ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയല്ല, അങ്ങനെ ഒരു നാട്ടുകാർ എങ്ങുമില്ല. യഥാർത്ഥത്തിൽ നാട്ടുകാരെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഒരു ചെറിയ ഗ്രൂപ്പായിരിക്കും. ഒരു നാട്ടിലെ എല്ലാവരും ആളുകളും പോയി എങ്ങും ഒരു ആക്രമണമൊന്നും നടത്തില്ല, അങ്ങനെ നടത്താൻ സാധിക്കില്ല. അതിനൊക്കെ വേണമെങ്കിൽ മാസങ്ങൾ വേണ്ടുന്നുള്ള ആസൂത്രണം, ഇപ്പോൾ ലിറ്റ്മസ് പോലെ ഒരു പരിപാടിക്ക് 1 മാസത്തോളം അല്ലെ 1.5 മാസത്തോളം ആസൂത്രണം വേണ്ടി വന്നു. മോബിൻ്റെ ആക്രമണത്തിന് അങ്ങനെയൊന്നും ഇല്ല. അത് പലപ്പോഴും നാട്ടുകാർ എന്നുള്ള പേരിൽ വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ജാതി സംഘടനയായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള ലോക്കൽ മാഫിയ ആയിരിക്കും. അവർ വന്ന് ആക്രമണം നടത്തുകയും അവർ ഈ പേര് സ്വന്തം എഴുതി കാണിക്കുക. നാട്ടുകാർ എന്ന് പറയുമ്പോൾ യു ആർ അനോണിമസ്, യു ആർ നോട്ട് കൾപ്പബിൾ എന്നുള്ളതാണ്. നിങ്ങളെ ആരും ശിക്ഷിക്കാൻ പോകുന്നില്ല. അങ്ങനെ അത് പലപ്പോഴും നമ്മളുടെ ആക്രമണ സ്വഭാവത്തിന് കുറേ സവിശേഷതകളുണ്ട്. ഒരു ബൈക്ക് ചെന്ന് കാറിൽ ഇടിക്കുകയാണെന്നിരിക്കട്ടെ, ബൈക്കുകാരൻ കൊണ്ടുവന്ന് കാറിൻ്റെ മുന്നിൽ ആത്മഹത്യ ചെയ്താലും നാട്ടുകാർ വന്ന് ആദ്യം ചെയ്യുക, കാറുകാരനെ തെറി പറയുക, അവൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുക, അവൻ്റെ പല റൂട്ടുകൾ തിരിഞ്ഞുകൊണ്ടുള്ള വാചകങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും ആക്രമണങ്ങൾ തന്നെ നടത്തിയിരിക്കും. ആരാണ് ശരി തെറ്റ് എന്ന് ജനക്കൂട്ടം പലപ്പോഴും നോക്കാറില്ല. ഈ നാട്ടുകാരെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു മോബാണ്. ദേ ആർ ഹൈലി ലൈക്ലി ടു ലിഞ്ച് പീപ്പിൾ. അത് പലപ്പോഴും കർണത്തൊരടിയായിരിക്കാം, നിങ്ങളുടെ വാഹനം നശിപ്പിക്കലായിരിക്കാം, പക്ഷേ ഈ ആദിമമായിട്ടുള്ള ചോദന നടപ്പിലാക്കുകയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതാണ്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ പറയാറുണ്ട്, ഞങ്ങൾ വിചാരിച്ച ചില കാര്യങ്ങൾ നടക്കും, പെട്ടെന്ന് ആക്രമണം നടത്താൻ കഴിയും, വെട്ടാൻ പറ്റും, കൊല്ലാൻ പറ്റും. ഇതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോബിന് ലിഞ്ച് ചെയ്യാനായിട്ടുള്ള വളരെ ചരിത്രപരമായിട്ടുള്ള പരിണാമപരമായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഏതൊരു ജനക്കൂട്ടത്തിലും നടപ്പിലാക്കാം. നിങ്ങൾ CPM-ലാണെങ്കിലും അണ്ണാഡിഎംകെയിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും അല്ലെങ്കിൽ SNDP-യിലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കൂട്ടത്തെ കൊണ്ട് ആക്രമണം നടത്തിക്കുക എളുപ്പമാണ്. അതിന് വേണ്ടുള്ള സാധനം കൊടുത്താൽ മതി. ഇപ്പോൾ ചില കൂട്ടങ്ങൾ അങ്ങനെ നടത്തുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനായിട്ടുള്ള ഫീഡ് ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരു ജനക്കൂട്ടത്തെ കൊണ്ട് എപ്പോഴും അത് ചെയ്യിക്കാൻ പറ്റും. കാരണം ജനക്കൂട്ടത്തിൽ ഈ സാധനങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. വ്യക്തിത്വം നഷ്ടപ്പെടലും സജസ്റ്റിവിറ്റിയും കണ്ടേജിയനും എല്ലാം നടക്കുന്നുണ്ട്.